അപ്പോൾ കുറ്റാരോപിതനായിരിക്കുമ്പോൾ തന്നെ എടുക്കാവുന്ന നടപടികൾ ശക്തമായി തന്നെ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഒട്ടും സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ ഒന്നും കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ധാർമ്മികതയെ മുൻനിർത്തിയും രാഷ്ട്രീയമായി എടുക്കാവുന്ന ഏറ്റവും മികച്ച തീരുമാനങ്ങളെടുത്ത കോൺഗ്രസ് പാർട്ടിയെ CPM അപഹസിക്കുമ്പോൾ അതൊരു ലജ്ജാകരമാണ്. എനിക്കത് മാത്രമേ ആ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. CPM ഒരു മാതൃകാപരമായൊരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി ഈ ഒരു വിഷയത്തിൽ കൈക്കൊണ്ടത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥാനമാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം. അദ്ദേഹത്തോട് അത് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അതനുസരിച്ചു. കൂടാതെ നിലവിലുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് എന്ത് ധാർമ്മികതയാണ് ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാൻ പോലും. മുൻകാലങ്ങളിൽ രൂക്ഷമായ നിലവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട വളരെ ഗുരുതരമായ സാഹചര്യങ്ങൾ നിലവിൽ വന്നപ്പോൾ പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അതിനെ ന്യായീകരിച്ചൊരു പാരമ്പര്യമാണ് കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് CPM സംബന്ധിച്ച് അവർ വളരെ കൃത്യമായി അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് ഇതിനൊന്നും ന്യായീകരിക്കുന്നില്ല. ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട MLA യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കാനുള്ള ധാർമ്മികതയില്ല. ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം കോൺഗ്രസിനും UDF-നും വേണ്ടാത്ത ഒരു MLA എന്തിനാണ് പാലക്കാടുകാർ ചുമക്കേണ്ടി വരുന്നത്? അതൊരു തെറ്റായ ആർഗ്യുമെൻ്റാണ്. നമ്മളിപ്പോൾ ഒരാൾക്കെതിരെ ഒരു ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് സ്വീകരിക്കാൻ കഴിയും ഇത്തരം നടപടികൾ മാത്രമാണ്. നമുക്കറിയാമല്ലോ, ആരോപണങ്ങൾ പൂർണ്ണമായി തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. അപ്പോൾ കുറ്റാരോപിതനായിരിക്കുമ്പോൾ തന്നെ എടുക്കാവുന്ന നടപടികൾ ശക്തമായി തന്നെ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഒട്ടും സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ ഒന്നും കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ധാർമ്മികതയെ മുൻനിർത്തിയും രാഷ്ട്രീയമായി എടുക്കാവുന്ന ഏറ്റവും മികച്ച തീരുമാനങ്ങളെടുത്ത കോൺഗ്രസ് പാർട്ടിയെ CPM അപഹസിക്കുമ്പോൾ അതൊരു ലജ്ജാകരമാണ്. എനിക്കത് മാത്രമേ ആ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. CPM-ന് ഇത്തരം ഒരു വാദഗതിയും ഉയർത്തുവാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല. അവരുടെ മുൻകാല പ്രവൃത്തികൾ, ഞാൻ അവരുടെ നേതാക്കന്മാരുടെ പേരൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേരളത്തിന് മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ അതെല്ലാം ഒരു ജീവിക്കുന്ന തെളിവുകളായി മുമ്പിലുണ്ട്.